മനുഷ്യബന്ധങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ ഒരു നിമിഷം മാത്രം മതി. പരസ്പരമുള്ള കോപം ബന്ധങ്ങൾ തകർക്കുന്നതിന് അഭിവാജ്യമായ ഒരു ഘടകം തന്നെയാണ്. കോപം അത് തീക്കനൽ കയ്യിലെടുത്തതുപോലെ തന്നെയാണ്. കോപിക്കുന്നവർക്കും പൊള്ളലേൽക്കും, അതിൽ പാത്രീഭൂതരായവർക്കും പൊള്ളലേൽക്കും. ഇന്നലെ വരെ നമ്മളോട് ഒരുപാട് സ്നേഹത്തോടെ സംസാരിച്ച ഒരാൾ നാളെ നമ്മളെ കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ വിഷമിക്കുന്ന മറ്റൊരാൾ ഒരു ചെറിയ കാര്യം കൊണ്ടോ ഒരു നിമിഷം കൊണ്ടും നമ്മളിൽ നിന്ന് അകന്നു പോയേക്കാം. ഈ മാറ്റത്തിന് പിന്നിൽ ഒരുപക്ഷെ പല കാരണങ്ങളും ഉണ്ടാകും. ചിലർക്ക് മറ്റു ചിലരുമായി പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരുമ്പോൾ പിണക്കത്തിന് അത് മതി കാരണമായി. ഒരുപക്ഷെ മറ്റു ചിലരുടെ ജീവിത സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ പലർക്കും അകന്ന് മാറി നിൽക്കുവാൻ ചിന്താഗതികൾ ഉണ്ടാകും. അല്ലെങ്കിൽ അവരുടെ പോരായ്മകൾ ഒരുപക്ഷെ നേരിട്ടറിയാവുന്നത് കൊണ്ട് അകന്ന് മാറിയെന്നും വരാം. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്കൊരുപാട് വേദനയും നിരാശയും തോന്നിപ്പോയേക്കാം. നമ്മൾ അത്രയധികം അടുപ്പം കാണിച്ച ഒരാൾ പെട്ടെന്ന് നമ്മളെ മറന്നു പോകുന്നത് താങ്ങുവാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ജീവിതം ഇങ്ങനെയാണ്. എല്ലാ ബന്ധങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കാം. ചില ബന്ധങ്ങൾ കൂടുതൽ കാലം നിലനിന്നു എന്ന് വരും. ചിലത് ഒരു പ്രത്യേക ഘട്ടം വരെ മാത്രമുണ്ടാകും. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ആരെയും അമിതമായി നാം ആശ്രയിക്കരുത്. ഓരോ ബന്ധത്തിനും അതിൻ്റെതായ സമയ പരിധി ഉണ്ടാകാം. ആത്മാർത്ഥമായ ബന്ധങ്ങളെ വിലമതിക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമേറിയ കാര്യമാണ്. അതേസമയം തന്നെ മാറ്റങ്ങളെ അംഗീകരിക്കാനും മുന്നോട്ട് പോകാനും നമ്മൾ തയ്യാറാകണം. എല്ലാം താൽക്കാലികമാണെന്ന തിരിച്ചറിവ് നമ്മെ കൂടുതൽ കരുത്തുള്ളവരാക്കും. അതുകൊണ്ട് കോപം കൊണ്ട് ആരെയും ശപിക്കരുത്. ധന്യനായ ശ്ലീഹ പൗലോസ് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു: കോപിക്കരുത്, കോപിച്ചാൽ പാപം ചെയ്യരുത്. കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കും മുമ്പേ അത് പറഞ്ഞ് നാം ക്രമീകരണം ചെയ്യണം. നമ്മുടെ മനുഷ്യബന്ധങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ ചങ്ങലയുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ചങ്ങല പൊട്ടിക്കുവാൻ ദൈവസ്നേഹത്തിന് സാധ്യമല്ല. ദൈവസ്നേഹത്തോടെ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ശുഭ ദിനം കൂടി ഞാൻ നേരുന്നു. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. May God bless you. God bless you. God bless you all.